രണ്ടാഴ്ച മുമ്പ് കാരവൻ എന്നൊരു മാഗസീൻ കശ്മീരിൽ പത്രങ്ങൾ ചെയ്യേണ്ട സ്റ്റോറിയാണ്, ആരും ചെയ്തില്ല. അവർ കശ്മീരിൽ അവരുടെ റിപ്പോർട്ടറെ അയച്ച് ആർമി ഒരു സിവിലിയൻസിനെ ടോർച്ച് ചെയ്ത് കൊന്നു എന്നുള്ള അലിഗേഷനെ കുറിച്ചൊരു ഒരു റിപ്പോർട്ട്, വളരെ നല്ല ഒരു റിപ്പോർട്ടാണ്. അത് പുറത്തു വന്ന് ഒരാഴ്ച അത് ഗവൺമെൻറ് കണ്ടില്ലെന്ന് നടിച്ചു. അതിനുശേഷം പെട്ടെന്ന് അവരുടെ തോന്നി ടു ടേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ നിന്ന് അത് മാറ്റി. വെബ്സൈറ്റിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അവർ ഓബിയസ്ലി അല്ലെങ്കിൽ അവർ ദേ വിൽ ടേക്ക് ഡൗൺ ദ ഹോൾ സൈറ്റ്. അവർ ഗവൺമെൻറ് പറഞ്ഞാൽ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ വേദാന്തിൻ്റെ വയർ ദേ റീപബ്ലിഷ് ദറ്റ് ആർട്ടിക്കിൾ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ എക്സെപ്റ്റ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. ഒറിജിനൽ ആർട്ടിക്കിൾ അവർ എടുത്തു വളഞ്ഞുകൊണ്ടില്ല. ഇത് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്ര പത്രങ്ങൾ ഇത് ചെയ്തു? പത്രങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് ആലോചിച്ചോ. ഒരു 100-120 നമ്മൾ വളരെ അഭിമാനത്തോടെ 90,000 ന്യൂസ് പേപ്പേഴ്സും ടെലിവിഷൻ ചാനൽസ് ഇന്ത്യയിലുണ്ടെന്ന്. ആകെ ഇത് ചെയ്ത് എനിക്കറിയാവുന്ന ഒരേ ഒരു വയർത്തോളം ചാനലാണ്. ഈ 90,000-ൽ 1% 900 അല്ലെങ്കിൽ 900 പേര് ഇത് റീപബ്ലിഷ് ചെയ്യുക എന്തായിരുന്നു ഇമ്പാക്റ്റ് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യാൻ പറ്റും നരേന്ദ്രമോദി? 900 വെബ്സൈറ്റ് പത്രങ്ങൾ അടച്ചിടാൻ പറ്റുമോ രാജ്യത്ത്? പറ്റില്ല, അത് ചെയ്യില്ലത്. അതിന് ഉദാഹരണമുണ്ട്. കാര്യം അമേരിക്കയിൽ നമ്മളെല്ലാവരും അമേരിക്കയെ പരിഹസിക്കാൻ നമുക്ക് വലിയ താല്പര്യമാണ്, മറ്റേ മറിച്ച് എന്നൊക്കെ പറയും. ശരിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്കയിൽ. പക്ഷേ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യം വരെയോട് ഞാൻ അമേരിക്കൻ സിസ്റ്റത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അമേരിക്കൻ ജേർണലിസ്റ്റ് ദേ ഓൾവേസ് സ്റ്റുഡ് ടുഗദർ. പെൻറ്റഗൺ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സെയിം സൈന്യം, നമ്മുടെ ഇതും ആർമിയുടേതാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ പേപ്പേഴ്സ് 1971 ആ സമയത്ത് 72 I think അത് പബ്ലിഷ് ചെയ്തു. ആദ്യം ന്യൂയോർക്ക് ടൈംസാണ് പബ്ലിഷ് ചെയ്തത്. അതായത് അമേരിക്കൻ ജനങ്ങളെ പെൻറ്റഗൺ, അതായത് ഡിഫൻസ് മിനിസ്ട്രി, അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രി വർഷങ്ങളായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ട്, റോബർട്ട് മെക്നമറയുടെ റിപ്പോർട്ട്, അത് പബ്ലിഷ് ചെയ്തപ്പം നിക്സൺ അഡ്മിനിസ്ട്രേഷൻ കോടതി പോകുന്നു, കോടതി തടയുന്നു. തൊട്ട് പിറ്റേ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. വാഷിംഗ്ടൺ പോസ്റ്റ് തടയുന്നു. ബോസ്റ്റൺ ഗ്ലോബ് മൂന്നാമത്തെ ദിവസം 17 പത്രങ്ങൾ ഈ കേസ് തീരുമാനം 17 പത്രങ്ങൾ കെപ്റ്റ് പബ്ലിഷിങ് ഇറ്റ്. നമുക്കിവിടെ ഒരുമിച്ച് വില കൂട്ടുക അല്ലാതെ, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ പത്രങ്ങളിൽ വില കൂട്ടുന്നതല്ല ഒരുമിച്ച് വില കൂട്ടുന്നതല്ലാതെ ഇങ്ങനെ ഒരു കൊളാബറേഷനോ ഇന്നൊരു കോപ്പറേഷനോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പണ്ട് നടത്തിയിട്ടുണ്ട്. ഹിന്ദുവും ഇന്ത്യൻ സോഴ്സും കൂടെ ബോഫർ സമയത്ത് ഇങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു കൊളാബറേഷൻ, അത് ഒരു ആഴ്ച മുമ്പ് 4 ദിവസം മുമ്പ് ന്യൂസ് മിനിറ്റ് ഒരു മലയാളി ആണ് അതിൻ്റെ എഡിറ്റർ ധന്യ രാജേന്ദ്രൻ. ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് അതിമനോഹരമായ ജേർണലിസ്റ്റിന് എനിക്കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ ഇതായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് അവർ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വിച്ച് വാസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. ഇതും നമ്മുടെ മറ്റ് മാധ്യമ വലിയ എന്താ നമ്മൾ ലെഗസി മീഡിയ കൂറ്റൻ അവർ ചെയ്യേണ്ട സ്റ്റോറിയാണ്. അത് ഈ ചെറിയ 2 വെബ്സൈറ്റുകൾ ചേർന്നിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏകദേശം 30ഓളം കമ്പനികൾ BJPക്ക് ഡൊണേഷൻ ചെയ്തിരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവരുടെ ED റെയ്ഡ് നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് പറയും. ഈ സ്റ്റോറി കോൺഗ്രസ് പ്രസ് കോൺഫറൻസ് നടത്തും വരെ ഒരൊറ്റ പത്രങ്ങൾ പിക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള സ്റ്റോറി ഒരു ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം അതിനെക്കുറിച്ചൊരു 6, 7, 8 സ്റ്റോറീസ് നമുക്ക് ഒരു എഡിറ്റർ എന്ന നിലയിൽ, ഒരു ചീഫ് റിപ്പോർട്ടർ എന്ന ഒരു ബ്യൂറോ ചീഫ് എന്ന നിലയിൽ അത് ചെയ്യാത്തവർക്ക് അങ്ങനെ ഇരിക്കാൻ അർഹതയില്ല. ഒരു എഡിറ്റർ എന്ന് പറയാനുള്ള അർഹതയില്ല, ഒരു ബ്യൂറോ ചീഫ് എന്ന് പറയാൻ അർഹതയില്ല, ഒരു റിപ്പോർട്ടർ എന്ന് പറയാൻ അർഹതയില്ല. പക്ഷേ നമ്മളിവിടെ അത് ചെയ്യുന്നില്ല. ഇത് ഭയമല്ല, ഇത് അവഗണനയാണ് മനഃപൂർവ്വം. കാര്യം ഇത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഇതിൻ്റെ ഭയക്കേണ്ട കാര്യമൊന്നും ഇറ്റ്സ് ഓൾറെഡി ദെയർ ഇൻ ദി പബ്ലിക് ഡൊമൈൻ. ദിസ് ഡേറ്റ ഇലക്ഷൻ കമ്മീഷന്റെ ഡേറ്റയാണ്. അത് ഇന്ന ദിവസം ഇത്രയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈസി തന്നെ പ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2-3 ദിവസം മുമ്പ് ഇവിടെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലർ ഇതുവരെ ഡൊണേറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് റെയ്ഡ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും BJPക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും പറയേണ്ട, നമ്മൾ വെറുതെ നമ്മുടെ അമിത്ഷാ പറയും പോലെ ക്രോണോളജി സമജിയെ എന്ന് പറഞ്ഞ പോലെ വെറും ഡേറ്റ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വാചകം പോലും പറയണ്ട. ഇന്ന ദിവസം റെയ്ഡ്, ഇന്ന ദിവസം ഇത്ര പൈസ, ഇന്ന ദിവസം റെയ്ഡ്, ഇന്ന ദിവസം ഡൊണേഷൻ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇതിനകത്ത് യാതൊരു റിസ്ക്കും ഇല്ല. ഒരു കോടതിയും നമ്മളിതിനെ ശിക്ഷിക്കൂല. പക്ഷെ നമ്മൾ ചെയ്യില്ല. ഇത് ആരുടെ ഏത് ഭരണകൂടത്തെ ഭയപ്പെട്ടിട്ടല്ല. ദിസ് ഇസ് കൊളാബറേഷൻ. ഈ ഫ്രഞ്ച് സമയത്ത് നാസികളുമായിട്ട് ഫ്രഞ്ചുകാർ കൊളാബറേഷൻ, അവരെ ഏറ്റവും കൂടുതൽ മൃഗീയമായ രീതിയിൽ ഫ്രഞ്ച് റെസിസ്റ്റൻസ് കൊന്നുകൊണ്ടിരുന്ന ഇവരാണ് ഈ കൊളാബറേറ്റേഴ്സിന്. അങ്ങനെ ചെയ്യണമെന്ന് ഇനി നാളെ എനിക്കെതിരെ കേസ് കൊടുക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു. കാരണം കൊളാബറേറ്റേഴ്സ് ആർ മോസ്റ്റ് ഡേഞ്ചറസ് ദാൻ ആക്റ്റീവ് സപ്പോർട്ടേഴ്സിനും. ഈ കൊളാബറേറ്റേഴ്സിനുള്ള അപ്പോൾ ഇന്ത്യൻ മീഡിയ പലരും, എല്ലാവരും അല്ല, ഞാൻ പറഞ്ഞ പോലെ വയർ അങ്ങനെ പല പത്രം ന്യൂസ് ലോണ്ടറി ഇതുണ്ട്, അവർക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പം ഇന്ത്യൻ മീഡിയ ഇന്ന് ചെയ്യുന്നത് ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വൃത്തിഹീനമായ, ഏറ്റവും വൃത്തികെട്ട പോക്കൃത്തരം എന്ന് പറയാം, വേറെ പറയാൻ വാക്കുകളില്ല.
ആ രീതിയിലുള്ള കാര്യം. അപ്പോൾ ഇതിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഇതിന് ഞാൻ നിങ്ങളെയും കുറ്റം പറയും. ഓഡിയൻസ് ഇപ്പം നിങ്ങൾ അറിയപ്പെടുന്ന റീഡേഴ്സ് എന്നല്ല, വ്യൂവേഴ്സ് എന്നല്ല, നിങ്ങൾ അറിയപ്പെടുന്ന ഓഡിയൻസ് എന്നാണ്. അതാണ് പുതിയ ടേം. കാര്യം നിങ്ങൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത്. അപ്പോൾ ഓഡിയൻസ് എന്നുള്ളൊരു ഈ ഓഡിയൻസും നിങ്ങൾ എന്തിനാണ് ഈ ചവറൊക്കെ കാണുന്നത്? എന്തിനാണ് ഇത് കാണുന്നത്? ചോയ്സ് ഇല്ലെന്ന് പറയരുതേ, ഉണ്ട്, ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട്. ദളിത് ദക്സ്തക് എന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ യൂട്യൂബർ, ഇൻഫ്ലുവൻസിങ് ചാനൽ, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 14, എത്ര വെബ്സൈറ്റ്